പാണ്ഡവർ കാട്ടിലേക്ക് ചെന്നു. അവിടെ ഒരു കുടിൽ കെട്ടി താമസിച്ചു. കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും വേരുകളും അവർ ഭക്ഷിച്ചു. കാലം കടന്നുപോയി. രാജാക്കന്മാർ, മുനിമാർ, നഗരത്തിലെ ജനങ്ങൾ, ഭഗവാൻ കൃഷ്ണൻ എല്ലാവരും കാട്ടിൽ വന്ന് പാണ്ഡവരെ കണ്ടു. പാണ്ഡവർ അടർന്ന കാട്ടിൽ ജീവിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം സന്ധ്യയ്ക്ക് പാണ്ഡവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദ്രൗപദി യുധിഷ്ഠിരനോട് പറഞ്ഞു, ആ വഞ്ചകനായ ദുര്യോധനൻ നമ്മുടെ എല്ലാം നഷ്ടമാക്കി. അങ്ങേക്ക് കൗരവരോട് കോപം വരുന്നില്ലേ? പറയൂ. മാപ്പ് നൽകുന്നതും അഹിംസയും ഇവയെല്ലാം തന്നെ ഒരു നല്ല മനുഷ്യന്റെ ഗുണങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വഴി പിന്തുടരുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല ജ്യേഷ്ഠ, എന്തുകൊണ്ടാണ് നാം കൗരവരെ ആക്രമിച്ച് നമ്മുടെ നാട് വീണ്ടെടുക്കാത്തത്? അതൊക്കെ ന്യായമായും നമ്മുടേത് തന്നെയല്ലേ? ശത്രുക്കളുടെ ബലം കുറവാണെന്ന് നാം വിലയിരുത്തരുത് ഭീമ. അവരുടെ പക്കൽ എല്ലാവിധ ആയുധങ്ങളുമുണ്ട്. അതിനൊപ്പം ശക്തിയില്ലാതെ നമുക്ക് അവരെ നേരിടാൻ കഴിയുകയില്ല. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വേദവ്യാസൻ അവിടെ എത്തി. നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ധർമ്മപുത്ര. അർജുനൻ ആദ്യം ദേവേന്ദ്രൻ, പരമശിവൻ എന്നിവരിൽ നിന്നും അസ്ത്രങ്ങൾ നേടണം. അവയൊക്കെ ഇന്ദ്രനീലമലയിൽ ഉണ്ട്. ആ ആയുധങ്ങൾ കൊണ്ട് മാത്രമേ കൗരവരെ തോൽപ്പിക്കാൻ കഴിയൂ. വ്യാസമുനിയുടെ നിർദ്ദേശപ്രകാരം അർജുനൻ ഇന്ദ്രനീല മലയിലേക്ക് പുറപ്പെട്ടു. അവൻ ഇന്ദ്രനെ തപസ് ചെയ്തപ്പോൾ ദേവേന്ദ്രൻ പ്രത്യക്ഷനായി. ഞാനാണ് ദേവേന്ദ്രൻ. നിനക്കെന്നിൽ നിന്നും എന്താണ് വേണ്ടത് അർജുന? ദേവ, അങ്ങയിൽ നിന്നും വിലമതിപ്പറ്റ ആയുധങ്ങൾ നേടാനാണ് ഞാൻ വന്നത്. ദയവ് ചെയ്ത് അവ എനിക്ക് തന്നാലും. മകനെ, നീ ശിവനെ തപസ് ചെയ്യുക. അതിനുശേഷമേ എനിക്ക് ആയുധങ്ങൾ നിനക്ക് തരാൻ കഴിയൂ. അതിനെ തുടർന്ന് അർജുനൻ ശിവനെ ധ്യാനിച്ച് ഘോര തപം ചെയ്തു. തപോമധ്യേ അർജുനനെ ഒരു കാട്ടുമൃഗം ശല്യം ചെയ്തു. അർജുനൻ അതിനെ അമ്പെയ്തു. അതേ സമയത്ത് കാട്ടുവാസിയായ ഒരു കിരാതനും ആ മൃഗത്തെ അമ്പെയ്തു. ആ കിരാതൻ മറ്റാരുമായിരുന്നില്ല, ഭഗവാൻ പരമശിവൻ അർജുനനെ പരീക്ഷിക്കുവാൻ കിരാതന്റെ വേഷത്തിൽ വന്നതായിരുന്നു. രണ്ടുപേരുടെയും അമ്പുകൾ തറച്ചാണ് ആ കാട്ടുമൃഗം ചത്തത്. നീ ആര്? ഞാൻ അമ്പെയ്ത പന്നിയെ നീ എന്തിനാണ് എയ്തത്? യുവാവേ, ഞങ്ങൾ കാട്ടുവാസികളാണ്. അതുമാത്രമല്ല, ഞാനാണ് ആദ്യം അമ്പ് തൊടുത്തത്. എന്റെ അമ്പാണ് അതിനെ കൊന്നത്. ഇരുവരും കടുത്ത തർക്കത്തിലായി. നീ അധികമായി സംസാരിച്ചു. നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. വേടന്റെ വാക്കുകൾ കേട്ട് അർജുനൻ കോപിച്ചു. അർജുനൻ കിരാതന്റെ നേർക്ക് അമ്പുകൾ എയ്തെങ്കിലും കിരാതന് ഒരു മുറിവും പറ്റിയില്ല. എന്റെ ആക്രമണത്തെ ചെറുക്കാൻ ഭഗവാൻ പരമശിവന് മാത്രമേ കഴിയൂ. തുടർന്ന് പരമശിവൻ അർജുനന്റെ ധൈര്യ പരാക്രമങ്ങളെയും അനുഭവങ്ങളെയും അനുമോദിച്ച് അവന് പ്രത്യക്ഷനായി. ഇന്ന് നീ എന്റെ നേർക്ക് യുദ്ധം ചെയ്യാൻ അർഹനാണെന്ന് തെളിയിച്ചു. നിന്റെ വീര്യത്തിന് അനുയോജ്യമായി ഞാൻ നിനക്ക് പാശുപതാസ്ത്രം സമ്മാനിക്കുന്നു. അങ്ങനെ പല ദൈവായുധങ്ങളും നേടി അർജുനൻ കുറച്ചു കാലം ദേവലോകത്തിൽ താമസിച്ചു. അവിടെ വച്ച് ഗന്ധർവനിൽ നിന്നും സംഗീത നൃത്താദികൾ പഠിച്ചു. മറ്റു പാണ്ഡവർ അതേ സമയത്ത് ഘോരവനത്തിലായിരുന്നു. അവർ പലയിടങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ബദ്രി, കേദാരം മുതലായ സ്ഥലങ്ങളിലൂടെയും അവർ സഞ്ചരിച്ചു. ഒരിക്കൽ കാട്ടിൽ വെച്ച് ദ്രൗപദി ഒരു കല്യാണ സൗഗന്ധിക പുഷ്പം കണ്ടു. ഭീമസേനരെ, ഇതുപോലത്തെ പൂവുകൾ എനിക്ക് കൂടുതൽ കൊണ്ടു തരുമോ? ഭീമൻ ആ പൂവ് തേടി പുറപ്പെട്ടു. വഴിയിൽ നീളത്തിൽ ഒരു വാലുകൊണ്ട് ഒരു കുരങ്ങ് വഴി തടഞ്ഞു കിടക്കുന്നത് കണ്ടു. കുരങ്ങേ, എനിക്ക് വഴി തരൂ. എന്റെ വാലൊന്നു മാറ്റിവെച്ചിട്ട് മുന്നോട്ട് കടന്നുപോയിക്കൊള്ളൂ. അതിനീ ഭീമസേനന്റെ ഒരു വിരൽ മതിയാകും. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു അത്. ഭീമൻ തന്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ച് യത്നിച്ചിട്ടും ആ വാലൊന്നനക്കാൻ പോലും കഴിഞ്ഞില്ല. ഭീമൻ പരാജിതനായി.
ഞാൻ നിന്നെ വന്ദിക്കുന്നു. ദയവായി നീ ആരാണെന്ന് പറഞ്ഞാലും. ഭീമ, ഞാനാണ് നിന്റെ സഹോദരൻ ഹനുമാൻ. ഇത് കേട്ട് സന്തോഷത്താൽ ഭീമൻ കൂടുതൽ ശക്തനായി തീർന്നു. ഞാൻ അർജുനന്റെ പോർക്കൊടിയിൽ ചിഹ്നമായിരുന്ന് ശത്രുക്കളിൽ ഭീതി ഉളവാക്കും. ഇപ്പോൾ ഈ പാതയിൽ പോകൂ. നീ അന്വേഷിച്ച പുഷ്പങ്ങൾ നിനക്ക് കിട്ടും. അനുജ ഭീമസേന, ചെല്ലൂ. ഭീമൻ ആ വഴിയെ നടന്നുപോയി കല്യാണ സൗഗന്ധിക പൊയ്ക കണ്ടുപിടിക്കുന്നു. ആ പൊയ്ക ചില ക്രൂര രൂപങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടതായിരുന്നു. ഭീമൻ അവയെല്ലാം കണ്ടുപിടിച്ച് ആകെ നശിപ്പിച്ചു. ഇതെല്ലാം കേട്ട് കുബേരൻ നേരിൽ വന്നു. എല്ലാ പൂക്കളും പറിച്ചുകൊള്ളുവാൻ കുബേരൻ ഭീമന് അനുവാദം നൽകി. പാണ്ഡവർ കാട്ടിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം യുധിഷ്ഠിരന് വല്ലാത്ത ദാഹം വന്നു. വെള്ളം കൊണ്ടുവരാൻ നകുലനെ അയച്ചു. നകുലൻ കുളത്തിലേക്ക് ചെന്നു. കുളത്തിലെത്തിയ ഉടനെ നകുലൻ ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഈ കുളം എന്റേതാണ്. ആദ്യം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടേ വെള്ളം കുടിക്കാവൂ. പക്ഷേ നകുലൻ അത് ഗൗനിക്കാതെ വെള്ളം കുടിക്കുന്നു. ഉടനെ അവൻ ബോധം കെട്ട് വീഴുന്നു. സഹദേവ, വളരെ നേരമായും നകുലനെ കാണാനില്ലല്ലോ. വേഗം അവനെ കൂട്ടിക്കൊണ്ടുവരൂ. എന്നാൽ സഹദേവനും നകുലന്റെ ഗതി തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ അർജുനനും ഭീമനും സംഭവിച്ചു. ഒടുവിൽ യുധിഷ്ഠിരൻ കുളത്തിലേക്ക് വന്നു. തന്റെ സഹോദരന്മാർ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പോൾ അതേ ശബ്ദം കേട്ടു. ഒരു അസുരൻ പ്രത്യക്ഷനായി. ഈ കുളം എന്റെ സ്വന്തമാണ്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിനക്ക് വെള്ളം കുടിക്കാം. നിന്റെ സഹോദരന്മാരുടെ ജീവനും തിരിച്ചു കിട്ടും. യുധിഷ്ഠിരൻ അത് സമ്മതിച്ചു. അസുരൻ ചോദ്യങ്ങളും തുടങ്ങി. ഭൂമിയേക്കാൾ വലിയതെന്ത്? പെറ്റമ്മ. മലകളെക്കാൾ വലിയത്? അച്ഛൻ. ചിന്തകളെക്കാൾ വേഗതയുള്ളതെന്ത്? നമ്മുടെ മനസ്സ്. ഇങ്ങനെ അസുരൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ ശരിയായ ഉത്തരം പറഞ്ഞു. ഇത് കേട്ട അസുരന് സന്തോഷമായി. മരിച്ച നിലയിൽ കിടന്ന 4 പാണ്ഡവർക്കും ജീവൻ തിരിച്ചു കൊടുത്തു. ആ അസുരന്റെ രൂപത്തിൽ വന്നത് യമധർമ്മ രാജാവായിരുന്നു. ധർമ്മപുത്ര, നിനക്ക് എന്ത് വരം വേണം ചോദിച്ചുകൊള്ളൂ. 12 വർഷങ്ങൾ ഈ അടർന്ന കാടുകളിൽ താമസിച്ചു. ഇത് 13ാമത്തെ വർഷമാണ്. ഇനിയുള്ള അജ്ഞാതവാസ കാലത്തിൽ ആരും ഞങ്ങളെ തിരിച്ചറിയരുത്. അങ്ങനെയാവട്ടെ.